ഫോട്ടോഷോപ്പ് ടൂൾസിന്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് സെലക്ടിന്റെ ഓപ്ഷൻസും പ്രോപ്പർട്ടീസുമാണ്. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഒരു സെലക്ഷന് അവൈലബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഒരു സെലക്ഷൻ ചെയ്തതിനു ശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആദ്യത്തേത് ഡീസെലക്ട് ആണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തത് കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ സെലക്ട് മെനുവിൽ പോയാലും സെയിം ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ഇൻവേഴ്സ് ആണ്. അതായത് നമ്മൾ ഒരു ലെയറിൽ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന പോർഷൻ അൺസെലക്ട് ചെയ്തിട്ട് ഏതാണോ സെലക്റ്റഡ് അല്ലാതിരുന്ന പോർഷൻ അതിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഉദാഹരണത്തിന് നമുക്ക് ഇയാളുടെ ബോഡിയാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഇൻവേഴ്സ് അടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാളുടെ ബോഡി സെലക്ട് ആവും. ഈ ഒരു ഇമേജിൽ ഞാൻ ഈ സ്ക്വയർ സെലക്ട് ചെയ്ത് ഇൻവേഴ്സ് അടിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ക്വയർ ഒഴിച്ച് ബാക്കിയുള്ള പോർഷനൊക്കെ സെലക്ട് ആവുകയും അത് ഡിലീറ്റ് ഞെക്കി കഴിയുമ്പോൾ അത് പോവുകയാണ് ചെയ്തത്. Ctrl+Shift+I ആണ് ഇൻവേഴ്സ് സെലക്ഷന്റെ ഷോർട്ട് കീ. മാക്കില് Command+Shift+I. നെക്സ്റ്റ് ഫീച്ചേഴ്സ് വരുന്നത് ഫെദറും അതേപോലെ സെലക്ട് ആൻഡ് മാസ്കുമാണ്. ഇത് രണ്ടും എന്താണെന്ന് വേറെ സെക്ഷൻസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. സെലക്ടിനുള്ളിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലെയറിലെ സെലക്ട് ചെയ്തേക്കുന്ന പോർഷനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിന്റെ ഹൈറ്റ് മാറ്റുകയോ വിഡ്ത്ത് മാറ്റുകയോ എഡ്ജസും കോർണേഴ്സും ചേഞ്ച് ചെയ്യുകയോ ചെയ്യാനാണ്. നമ്മൾ ഈ വന്നേക്കുന്ന പോർഷന്റെ എഡ്ജിലോ അല്ലെങ്കിൽ കോർണറിലോ പിടിച്ച് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ലേറ്റസ്റ്റ് വെർഷനിൽ നമ്മൾ വെറുതെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ മാറില്ല. റേഷ്യോ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ടാണ് ഡ്രാഗ് ചെയ്യേണ്ടത്. നമ്മൾ റേഷ്യോ കീപ്പ് ചെയ്യാതെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് കംപ്രസ് ആവുകയോ സ്ട്രെച്ച് ആവുകയോ ചെയ്യാം. അതേസമയം CS6 പോലത്തെ പഴയ വെർഷനിൽ ഡീഫോൾട്ട് ആയിട്ട് റേഷ്യോ കീപ്പ് ചെയ്തിട്ടല്ല ട്രാൻസ്ഫോം ചെയ്യുക. റേഷ്യോ കീപ്പ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ CS6ൽ നമ്മൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഡ്രാഗ് ചെയ്യണം. അതായത് ഇതിലുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓൾഡർ വെർഷനിൽ ഉണ്ടാവുക. നമ്മൾ കോർണറിന്റെ അടുത്ത് ഈ മൗസ് പോയിന്റർ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്കും ആരോ ഉള്ള ഒരു ചെറിയ കേർവ് ഐക്കൺ അവിടെ വരണമായിട്ട് നമുക്ക് കാണാം. ഈ ഐക്കൺ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെലക്റ്റഡ് പോർഷനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യിക്കാനാണ് സാധിക്കുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐക്കൺ യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫോമിൽ കിടക്കുന്ന ഒരു സെലക്ഷനെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയി സ്കെയിലും റൊട്ടേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അതിൽ സ്കെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതേപോലെ റൊട്ടേറ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. റൊട്ടേറ്റിന്റെ താഴെ വരുന്ന നെക്സ്റ്റ് ഓപ്ഷൻ സ്ക്യൂ ആണ്. സ്ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കോർണറിനെ മാത്രമായിട്ടാണ് നീക്കുക. അതായത് ആ കോർണറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന രണ്ട് എഡ്ജസ് മാത്രമേ സ്ക്യൂ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോം ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ ഒരു ലൈനിന്റെ നടുക്കുള്ള ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്താണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ലൈനിന്റെ രണ്ട് അറ്റത്തു നിന്ന് വരുന്ന മറ്റു രണ്ട് ലൈൻസ് മാത്രമായിരിക്കും ട്രാൻസ്ഫോം ചെയ്യുക. അടുത്ത ട്രാൻസ്ഫോർമേഷൻ മോഡ് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ട് ആണ്. ഡിസ്റ്റോർട്ട് സ്ക്യൂവിന്റെ പോലെ തന്നെ സെയിം ആണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്യൂവിൽ നമ്മൾ ഒരു കോർണറിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡ്രാഗ് ചെയ്യുന്ന പോയിന്റ് ഓൾറെഡി ഉള്ള ലൈനിന്റെ പാത്തിൽ കൂടി മാത്രമേ ട്രാവൽ ചെയ്യൂ. അത് നമുക്ക് ഈ സ്ക്രീനിൽ കാണാം. അതേസമയം നമ്മൾ ഡിസ്റ്റോർട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോർണർ പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു പോയിന്റിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. നെക്സ്റ്റ് വരുന്ന ട്രാൻസ്ഫോർമേഷൻ മോഡ് പെർസ്പെക്റ്റീവ് ആണ്. പെർസ്പെക്റ്റീവ് അനുസരിച്ച് നമ്മുടെ സബ്ജക്റ്റിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടാണ് ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്നത്. അതായത് സ്ക്യൂവിൽ നമുക്ക് ഒരു കോർണർ മാത്രമായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഒരു കോർണർ അല്ല മറിച്ച് രണ്ട് കോർണേഴ്സ് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ സെയിം ഒറിജിൻ പോയിന്റിൽ നിന്നും വരുന്ന രീതിയിലായിരിക്കും മൂവ് ചെയ്യുക. അതായത് പെർസ്പെക്റ്റീവ് എന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. അടുത്ത ട്രാൻസ്ഫോർമേഷൻ മോഡ് എന്ന് പറയുന്നത് വാർപ്പാണ്. ഒരു സെക്ഷനെ പല ഗ്രിഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ ഓരോ പോർഷനും അതായത് ഓരോ എഡ്ജിനും കെർവ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് വാർപ്പ്. നെക്സ്റ്റ് നമുക്ക് വാർപ്പ് ടൂളിലെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രിഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഗ്രിഡ് കൊടുക്കുന്നതിനനുസരിച്ച് 4x4 അല്ലെങ്കിൽ 3x3 അതും അല്ലെങ്കിൽ കസ്റ്റമായിട്ടോ നമുക്ക് നമ്പർ ഓഫ് ഗ്രിഡ്സിനെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് ഇവിടെ ഗ്രിഡ് അതായത് ആങ്കർ പോയിന്റ്സിന്റെ വരണേന്റെ എമൗണ്ട് മാറും. നമുക്കത് 4x4 കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ആങ്കർ പോയിന്റിനെ എടുത്തിട്ട് അത് മാത്രമായിട്ട് മൂവ് ചെയ്യിക്കാം. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഒന്നിലധികം ആങ്കർ പോയിന്റിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് അതിനെ ഒറ്റയടിക്ക് മൂവ് ചെയ്യാനും സാധിക്കും.
എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ ആക്റ്റീവ് ആകും. ഇതുകൂടാതെ നമുക്ക് വാർപ്പ് ചെയ്യേണ്ട ഷേപ്പ് ഏതാണെന്നും ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഡീഫോൾട്ടായിട്ട് കസ്റ്റമിലാണ് ഇത് കിടക്കുക. അത് പകരം നമുക്കത് മാറ്റിയിട്ട് ആർക്കോ അല്ലെങ്കിൽ ഫിഷയോ അങ്ങനെ ഇഷ്ടമുള്ള ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. ആർക്കിൽ കൊടുക്കുമ്പോൾ അത് ഒരു ആർക്കിന്റെ ഷേപ്പിലായിരിക്കും വരിക. അത് മാറ്റിയിട്ട് നമ്മൾ ഫിഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ ഒരു ഫിഷിന്റെ ഷേപ്പിലായിരിക്കും വരിക. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകൾ ഇവിടെ പ്രീസെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഓരോന്നും യൂസ് ചെയ്യാം. നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൂടാതെ നമുക്ക് ഈ സെലക്റ്റഡ് പോർഷൻ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യാനും അതേപോലെ ഹൊറിസോണ്ടലും വെർട്ടിക്കലിയും ഫ്ലിപ്പ് ചെയ്യാനും സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫോർമേഷൻ്റെ ഉള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു സെലക്ഷനെ ഫ്രീ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ടീയും മാക്കിലെ കമാൻഡ് ടീയുമാണ്. സെലക്ഷൻ്റെ ഉള്ളിലെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം സെലക്ഷൻ ആണ്. അതായത് നേരത്തെ സെലക്ഷൻ്റെ ഉള്ളിലെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെങ്കിൽ ഇപ്പോൾ നമ്മൾ സെലക്ഷനെ മാത്രമേ ട്രാൻസ്ഫോം ചെയ്യുള്ളൂ. അതായത് അതിൻ്റെ ഉള്ളിലെ ഒബ്ജക്റ്റിന് ചേഞ്ച് ഒന്നും വരില്ല. നമ്മൾ വരുത്തിയ സെലക്ഷന്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ ആ സെലക്ഷനെ മാത്രം സ്ക്യൂ ചെയ്യാനോ ഡിസ്റ്റോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിലാക്കാനോ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. സെലക്ട് ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫില്ലാണ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ കണ്ടന്റ് അവെയർ ഫില്ലാണ് കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് തന്നെ അൽഗോരിതം ബേസ് ചെയ്തിട്ട് അവിടെ എന്തായിരിക്കും വരാൻ സാധ്യതയുള്ളതെന്ന് അതിൻ്റെ ഒരു ഐഡിയ നോക്കിയിട്ട് ഫില്ല് ചെയ്യും. അത് 100% ആക്യുറേറ്റ് ആകണം എന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ഈ ഫുൾ ആളുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കണ്ടന്റ് അവെയർ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് ആളെ മൊത്തത്തിൽ കളയും. കണ്ടോ, ഇതിൽ പ്രോപ്പർ ആയിട്ട് ആളെ റിമൂവ് ആയി. അപ്പോൾ കണ്ടന്റ് അവെയർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇമേജിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള ബാക്കി പിക്സൽ അനുസരിച്ചായിരിക്കും കണ്ടന്റ് അവെയർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. നമുക്കിത് കണ്ടന്റ് അവെയർ ഫില്ല് കൊടുക്കണതിന് പകരം ബാക്ക്ഗ്രൗണ്ട് കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ വെച്ചിട്ടോ ഇനി അതും അല്ലെങ്കിൽ കസ്റ്റം ആയിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടും ഫില്ല് ചെയ്യാം. കണ്ടോ, ഇപ്പൊ നമ്മൾ കൊടുത്ത റെഡ് കളർ വെച്ചിട്ട് ആ സെലക്ഷൻ കംപ്ലീറ്റ് ഫില്ലായി. ഫില്ല് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സ്ട്രോക്ക് ആണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സെലക്ഷന് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രോക്ക് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഒരു സെലക്ഷന്റെ മുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്.